ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ ഫ്രീ വീഡിയോ സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു പോവാം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗമാണ് ദഹന വ്യവസ്ഥയിൽ നമ്മുടെ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നത് തടയുന്നത്. കാരണം നമ്മുടെ ദഹനം നടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തായിട്ട് ഫാരൻസ് ഉണ്ട്. ഈ ഫാരൻസിന്റെ പ്രത്യേകത ഇത് നമ്മുടെ ശ്വാസത്തിന്റെയും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെയും ഒരു കോമൺ പാസേജ് ആണ്. ശ്വാസവും ഭക്ഷണവും പോകുന്ന ഇതുവഴിയാണ്. അപ്പോൾ ഫാരൻസിൽ നിന്നാണ് ഭക്ഷണം അന്നനാളത്തിലേക്കും ശ്വാസനാളത്തിലേക്കും കടക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ശ്വാസനാളത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു അടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച് അത് വിഴുങ്ങുന്ന സമയത്ത്, അത് നമ്മുടെ ഫാരൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് സ്വാഭാവികമായിട്ടും അടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. കാരണം ഇൻ കേസ് ശ്വാസനാളത്തിലൂടെ വായു പുറത്തേക്ക് വരികയാണെങ്കിൽ എപ്പിഗ്ലോട്ടിസിന് തുറന്നേ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാൻ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. പക്ഷേ ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഉള്ളൊരു ഏരിയ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എങ്ങനെയൊക്കെയാണ് ദഹനം നടക്കുന്നത്, പ്രധാനപ്പെട്ട എൻസൈംസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ദഹനം തുടങ്ങുന്ന ഒന്നാമത്തെ ഭാഗം നമ്മുടെ വായയാണ്. മൗത്തിലാണ് ദഹനം ആരംഭിക്കുന്നത്. ഓക്കെ, മൗത്തിലാണ് ദഹനം ആരംഭിക്കുന്നത്. അപ്പോൾ മൗത്ത് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നല്ലോണം ചൂ ചെയ്ത്, അതായത് ഭക്ഷണത്തെ വലിയ ഭക്ഷണശകലങ്ങളെ ചെറുതാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമയത്താണ് ഉമിനീരുമായിട്ട് ഭക്ഷണം ലയിക്കുന്നത്. ഉമിനീരിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് ഡൈജഷനില്. കാരണം ഉമിനീരില് സലൈവറി അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, ഓക്കെ, സലൈവറി അമിലേസ് എന്ന ഒരു എൻസൈം അടങ്ങിയിരിക്കുന്നു. ഈ എൻസൈം ഡൈജഷനിൽ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, നമ്മുടെ അന്നജത്തെ, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറുതാക്കാനായിട്ട് ഈ ഒരു എൻസൈം വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ എൻസൈമുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ്. വായിൽ നിന്നും അത് നേരെ ഫാരിങ്സിലൂടെ അന്നനാളത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫാരിങ്സും ഈസോഫാഗസും ഭക്ഷണത്തിന്റെ പാസേജ് ആണ്, ഭക്ഷണം കടന്നു പോകുന്ന ഒരു വഴി മാത്രമാണ്. അപ്പോ ഈ രണ്ടാമത്തെ അന്നനാളം നോക്കാം. ഫാരിങ്സ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഫാരിങ്സിലൂടെ കടന്ന് ഭക്ഷണം അന്നനാളത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അന്നനാളത്തിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിലേക്കാണ് ഇനി ഭക്ഷണം എത്തേണ്ടത്. നമ്മുടെ ആമാശയത്തിലേക്കാണ് ഭക്ഷണം എത്തേണ്ടത്. അപ്പൊ അന്നനാളം ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യും. അന്നനാളം ഒരു തരംഗം പോലെ, ഒരു വേവ് പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. ഈ മൂവ്മെന്റ് വഴിയാണ് ഭക്ഷണം അന്നനാളത്തിൽ നിന്നും സ്റ്റൊമക്ക് വരെ എത്തുന്നത്. അതായത് നമ്മൾ തല തിരിഞ്ഞിരുന്ന് കഴിച്ചാലും ഭക്ഷണം നേരെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് തന്നെ എത്തുന്നതിന് കാരണം ഈ ഒരു മൂവ്മെന്റ് ആണ്. ഈ ഒരു മൂവ്മെന്റിനെ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. പെരിസ്റ്റാൾസിസ് എന്ന മൂവ്മെന്റ് വഴി ഭക്ഷണം എവിടെ എത്തുന്നു? നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇപ്പൊ ഭക്ഷണം ഉള്ളത് ആമാശയത്തിലാണ്. ഭക്ഷണത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ഓഫ് ഡൈജഷൻ സലൈവറി അമലീസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെ കഴിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അടുത്ത നേരെ ഭക്ഷണം എത്തുന്ന മൂന്നാമത്തെ ഭാഗം നമ്മുടെ ആമാശയത്തിലേക്കാണ്. ഓക്കെ, സ്റ്റൊമക്. ഓക്കെ, അപ്പൊ സ്റ്റൊമക്കിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കുറച്ചു നേരം ഈ ഭക്ഷണത്തെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഈ സ്റ്റൊമക്കിൽ വെച്ചാണ് ഫുഡിന്റെ മാസ്റ്റിക്കേഷൻ. അതായത് നമ്മൾ നല്ലോണം ചവച്ചരച്ചാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ പോലും ആ ഫുഡിനെ വീണ്ടും മാസ്റ്റിക്കേറ്റ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കുന്നത് സ്റ്റൊമക്കിലെ മസിൽസിലുള്ള, സ്റ്റൊമക്കിലെ പേശികളിലുള്ള ഒരു പ്രത്യേകതരം മൂവ്മെന്റ് വഴിയാണ്. ഓക്കെ, അപ്പോ ഈ സ്റ്റൊമക്കിന് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ട്. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് സ്റ്റൊമക്കിലുണ്ട്. മാത്രമല്ല സ്റ്റൊമക്ക് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ HCl-ഉം അതുപോലെ പെപ്സിനും കാണപ്പെടുന്നു. പെപ്സിൻ
അപ്പൊ നമുക്കറിയാം അമിലേസ് അന്നജത്തെ കാർബോഹൈഡ്രേറ്റിനെ അല്ലെങ്കിൽ അന്നജത്തെ ദഹിപ്പിക്കുന്ന പ്രോട്ടീൻസ് ആണെങ്കിൽ പെപ്സിൻ ദഹിപ്പിക്കുന്ന എൻസൈംസ് ആണെങ്കിൽ പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ ഡൈജഷന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ പെപ്സിനും. ക്ലിയർ? ഇനി ആമാശയത്തിൽ നിന്നും ആ ഭക്ഷണം നേരെ കടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിലേക്കാണ്. ഈ ചെറുകുടലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമാശയത്തിൽ നിന്നും ചെറുകുടലിൽ തുടങ്ങുന്ന ആ ഭാഗം വരെ ഒരു ചെറിയ C ഷേപ്പിലുള്ള ഒരു വളവുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കരൾ ഒരു വശത്തും പാൻക്രിയാസ് എന്ന് പറയുന്ന മറ്റൊരു അവയവം മറുവശത്തും ഉണ്ട്. ഓക്കെ, അപ്പോ ഈ രണ്ട് അവയവങ്ങളും ഡൈജഷന് വളരെയധികം സഹായിക്കുന്ന ഒരു അവയവങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോ ഈ ഒരു വളവിനെ നമ്മൾ ഡ്യുവോഡിനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡ്യുവോഡിനത്തിൽ നിന്നുമാണ് ചെറുകുടലിലേക്ക് കടക്കുന്നത്. ഈ ഡ്യുവോഡിനത്തിൽ വെച്ച് ഭക്ഷണം കരൾ പുറപ്പെടുവിക്കുന്ന പിത്തരസം, അതുപോലെ പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന എൻസൈമുകൾ എന്നിവയുമായിട്ട് കൂടിക്കലരുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഡ്യുവോഡിനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഡ്യുവോഡിനത്തിൽ നിന്നും ഭക്ഷണം നേരെ ചെറുകുടലിലേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുകയാണ്. അപ്പൊ ചെറുകുടലിന്റെ പ്രത്യേകത, ചെറുകുടലിൽ വെച്ചാണ് മോസ്റ്റ് ഓഫ് ദ ന്യൂട്രിയൻസ്, ഒരുവിധം എല്ലാ ന്യൂട്രിയൻസിന്റെയും ആഗിരണം നടക്കുന്നത് ഈ ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, ചെറുകുടലില് വില്ലസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, വിരലുകൾ പോലെയുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ വില്ലസുകൾ വഴിയാണ് ന്യൂട്രിയൻസിന്റെ ആഗിരണം നടക്കുന്നത്. ചില ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യാനായിട്ട് നമുക്ക് കൊഴുപ്പ് അഥവാ ഫാറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ കൊഴുപ്പ് ഉപയോഗിച്ചാണ് ആഗിരണം ചെയ്യുന്നത്. ചില ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് നേരിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നതിന് കാരണം ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് ചെറുകുടലിൽ വെച്ചല്ല, സ്റ്റൊമക്കിൽ വെച്ച് തന്നെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ. അതുപോലെ ആൽക്കഹോൾസ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ എഫക്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ചെറുകുടലിലേക്ക് എത്തേണ്ട കാര്യമില്ല, അതൊക്കെ സ്റ്റൊമക്കിൽ വെച്ച് തന്നെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫക്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇനി അടുത്തത് ലിവർ അല്ലെങ്കിൽ കരളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കരളാണ് ബൈൽ അഥവാ പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബൈലിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫാറ്റ് അഥവാ കൊഴുപ്പിന്റെ ഡൈജഷന്, ഓക്കെ, ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ഡൈജഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്യാൻ, അതായത് വലിയ കൊഴുപ്പുകളെ ചെറുതാക്കി മാറ്റാൻ, ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റാനായിട്ട് ബൈൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ കൊഴുപ്പ് ഡൈജസ്റ്റ് ആവാനായിട്ട് ആര് വേണം? കരൾ വേണം. കരളിലെ ബൈൽ അഥവാ പിത്തരസം വേണം. ഓക്കെ, അതുപോലെ ഈ കരളുണ്ടാക്കുന്ന പിത്തരസം, കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിത്തരസം അത് സ്റ്റോർ ആവുന്നത് ഗാൾ ബ്ലാഡർ എന്ന് പറയുന്ന പിത്തസഞ്ചിയിലാണ്. അതും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പിത്തസഞ്ചിയിൽ നിന്നാണ് ഇത് ഡ്യുവോഡിനത്തിലേക്ക് സെക്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് പാൻക്രിയാസ് ആണ്. അപ്പൊ പാൻക്രിയാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പാൻക്രിയാസിനകത്ത് അമിലേസ്, ലിപ്പേസ്, അതുപോലെ ട്രിപ്സിൻ പോലുള്ള എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു. അത് പാൻക്രിയാസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് പാൻക്രിയാറ്റിക് അമിലേസ് എന്നും പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നും പാൻക്രിയാറ്റിക് ട്രിപ്സിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും എൻസൈമുകളാണ് പാൻക്രിയാസിൽ നിന്നും എവിടേക്ക് ഇൻഡസ്ട്രിയിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും എൻസൈമുകൾ മാത്രമല്ല, നമ്മുടെ ബ്ലഡ് ഷുഗർ റിലീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ, ഗ്ലൂക്കോൺ തുടങ്ങിയ ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. അതും ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ ഇത്തരത്തില് ലിപ്പേസ് കൊഴുപ്പിനെ, അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ, അതുപോലെ പെപ്സിൻ പ്രോട്ടീനെ, അങ്ങനെ എല്ലാ ന്യൂട്രിയൻസിനെയും ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ന്യൂട്രിയൻസ് നമ്മുടെ ചെറുകുടൽ വഴി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് നടക്കുന്നത്. അപ്പോൾ ദഹനത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു
ചെറുകുടലിൽ നിന്നും അത് വൻകുടലിലേക്കാണ് കടക്കുന്നത്. വൻകുടൽ. ഓക്കെ. അപ്പൊ വൻകുടലിന്റെ പ്രത്യേകത നമ്മുടെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിന്റെ വേസ്റ്റും പിന്നെ അതിലുള്ള വാട്ടറും മറ്റു കാര്യങ്ങളും എല്ലാമാണ് വൻകുടലിലേക്ക് കടക്കുന്നത്. അപ്പോ വൻകുടലിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇതിൽ ഇനി അവശേഷിക്കുന്ന ജലാംശവും അതുപോലെ വാട്ടർ, ന്യൂട്രിയൻസും മിനറൽസും, ഇനി ഇതിൽ അവശേഷിക്കുന്ന മിനറൽസും ധാതുക്കളും അതുപോലെ ഇതിൽ അവശേഷിക്കുന്ന ജലാംശവും മറ്റും റീഅബ്സോർപ്ഷൻ നടക്കുക, പുനരാഗിരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വൻകുടലിന്റെ ജോലി. അപ്പൊ വൻകുടല് ആ ജോലി ഭംഗിയായിട്ട് ചെയ്തതിനു ശേഷം ഡൈജഷൻ ഒന്നും ഇവിടെ വെച്ച് നടക്കുന്നില്ല. നമ്മുടെ എക്സസ് ആയിട്ടുള്ള ജലത്തിന്റെയും അതുപോലെ മറ്റു മിനറൽസിന്റെയും ഒരു റീഅബ്സോർപ്ഷൻ മാത്രമേ വൻകുടലിൽ വെച്ച് നടക്കുന്നുള്ളൂ. ഡൈജഷൻ ചെറുകുടലിലൂടെ തീർന്നു കഴിഞ്ഞു. ചെറുകുടലിലൂടെ പാസ് ചെയ്യുന്നതോടെ ഡൈജഷനും ഒരുവിധം 80%-ലധികം അബ്സോർപ്ഷനും കഴിഞ്ഞു കഴിയും. ബാക്കി വൻകുടലിൽ വെച്ചാണ് നടക്കുന്നത്. വൻകുടലിൽ നിന്നും ബാക്കി പുറത്തേക്ക് വരുന്നത് വേസ്റ്റ് ആണ്, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. അത് രക്തത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ഏനസിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. മലാശയത്തിൽ സംഭരിക്കുകയും മലദ്വാരത്തിലൂടെ പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയുമാണ് ഡൈജഷൻ അറ്റ് എ ഗ്ലാൻസ്. നമ്മൾ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം, ദഹനം ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് വരുന്നു. ഇതിലെ പല ഭാഗങ്ങളും ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. യെസ്, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിൽ ഏതാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്ന് പ്രമേഹം അഥവാ ഡയബറ്റിസ്, അതായത് നമ്മുടെ ശരീരത്തില് ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ രക്തത്തില് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ ഒരു പ്രമേഹം എന്ന് പറയുന്നത്. ഇത് ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ വ്യായാമക്രമങ്ങൾ, ഇതിലൊക്കെ വരുന്ന വ്യത്യാസം, ഇതിലൊക്കെ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ മുതലായവ കൊണ്ട് നമുക്ക് വരുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഡയബറ്റീസ് 2 ടൈപ്പ് ഉണ്ട്. ഇനി അപ്പോ ജനറലി പ്രമേഹം ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ പറയാം. അത് ഇതിൽ തന്നെ ഉൾപ്പെടുത്താം. 2 ഫാറ്റി ലിവർ ആണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാറ്റ്, കൊഴുപ്പ്, എക്സസ് ആയിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ മാറി വരുന്ന ഭക്ഷണക്രമവും ഒക്കെ ഈ ഒരു ഫാറ്റി ലിവറിനും വളരെ അധികം കൂടുതലായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പൊ ഇതും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗം. ഇനി അടുത്തത് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ അത് കുറയുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം പാരലൈസ്ഡ് ആയി പോവുക, അങ്ങനെയുള്ള ഇതെല്ലാം ഈ ഒരു പക്ഷാഘാതം മൂലമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിൽ രക്തപ്രവാഹം ബ്രെയിനിലേക്കുള്ളത് ബ്ലോക്ക് ആവുക എന്നൊക്കെ പറയുമ്പോൾ അതിനും ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ഫുഡിന്റെ രീതി അല്ലെങ്കിൽ എക്സസൈസിന്റെ കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പക്ഷാഘാതം സംഭവിക്കുന്നത്. ഓക്കെ. പക്ഷെ ഹീമോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ. ഹീമോഫീലിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ജനിതക രോഗമാണ്. അപ്പോ എന്താണ് ഈ ഹീമോഫീലിയയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ രക്തം കട്ട പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതാണ് ഈ ഹീമോഫീലിയ വരുന്ന പേഷ്യൻസിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. അവർക്ക് രക്തം കട്ട പിടിക്കില്ല. അപ്പൊ ഒരു ചെറിയ ഒരു ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും ആ മുറിവിലൂടെ ധാരാളമായിട്ട് രക്തം പുറത്തേക്ക് ഒഴുകുകയും ബ്ലഡ് ലോസ് സംഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഒരു രോഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം തീർച്ചയായിട്ടും ആരാണ്? ഹീമോഫീലിയാണ് ഉത്തരം. ബാക്കിയെല്ലാം ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടും. പക്ഷേ പ്രമേഹം ഇൻ ജനറൽ ചോദിക്കുകയാണെങ്കിൽ അതൊരു ജീവിതശൈലി രോഗം തന്നെയാണ്. പക്ഷെ ഹീമോഫീലിയ പൂർണ്ണമായും ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ജനിതക വൈകല്യം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, ഇതില് ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഫസ്റ്റ് പെയറിൽ കുറെ രോഗാണുക്കളും സെക്കൻഡ് പാർട്ടിൽ അവര് പരത്തുന്ന രോഗങ്ങളും ആണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ആ കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് നമ്മൾ കണ്ടെത്താനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ലെപ്റ്റോസ്പൈറ, അത് ക്ഷയരോഗം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന ലെപ്റ്റോസ്പൈറോസിസ്
എന്ന രോഗാവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്. ക്ഷയരോഗത്തിന് കാരണം ഈ മൈക്കോ ബാക്ടീരിയമാണ്. മൈക്കോ ബാക്ടീരിയമാണ് ക്ഷയരോഗത്തിന് കാരണം. രണ്ട്, HIV ഡിഫ്തീരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എയ്ഡ്സ് എന്ന രോഗാവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്. എയ്ഡ്സ് അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അതിനാണ് കാരണമാകുന്നത്. അപ്പോൾ ആ രണ്ട് ഓപ്ഷനും തെറ്റാണ്. മൈക്രോബാക്ടീരിയം എയ്ഡ്സ് എന്ന ഓപ്ഷനും തെറ്റായിട്ട് നമുക്ക് പറയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഫൈലേറിയൽ വിര. അത് മന്തിനാണ് കാരണമാകുന്നത്. ഫൈലേറിയൽ വിരകൾ നമ്മുടെ ലിംഫ് വെസലുകളിൽ കയറിയിരിക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു ഭാഗത്ത് വളരെ ഭയാനകമായിട്ടൊരു വീക്കം രൂപപ്പെടുന്നു. അപ്പോൾ ഇതിനെയാണ് മന്ത് എന്ന് പറയുന്ന രോഗാവസ്ഥ കാണിച്ചു തരുന്നത്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഫൈലേറിയൽ വിര, മന്ത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് രോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. രോഗങ്ങളും അവരുടെ കോസേറ്റിംഗ് ഏജന്റും വളരെയധികമായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഇത്ര ഓപ്ഷൻസ് ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കണമെന്നില്ല. അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് രോഗങ്ങളും അവരുടെ കോസേറ്റിംഗ് ഏജന്റും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ക്ഷയരോഗം നമ്മൾ പറഞ്ഞു. ബാക്ടീരിയൽ ഡിസീസുകളെ പറ്റി ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ബാക്ടീരിയൽ ഡിസീസുകളിൽ ഒന്ന് ഈ ക്ഷയമാണ്. ക്ഷയം മൈക്കോ ബാക്ടീരിയം ആണ് അതിന് കാരണം. മറ്റൊന്ന് ഡിഫ്തീരിയ. ഡിഫ്തീരിയക്ക് കാരണം യെസ്, ഇവിടെ എഴുതാം. ഡിഫ്തീരിയക്ക് കാരണം കോർണേ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. ഓക്കെ, അടുത്തത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡിന് കാരണം സാൽമോണല്ല ടൈഫി. അടുത്ത ബാക്ടീരിയൽ ഡിസീസ് ആണ് കോളറ. കോളറയ്ക്ക് കാരണം വിബ്രിയോ കോളറ. ഓക്കെ, അടുത്തത് ന്യൂമോണിയ ആണ്. ന്യൂമോണിയക്ക് കാരണം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അടുത്തത് ടെറ്റനസ് ആണ്. അടുത്ത ബാക്ടീരിയൽ ഡിസീസ് ആണ് ടെറ്റനസ്. ടെറ്റനസിന് കാരണമാകുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി. അപ്പൊ ഇതിൽ ചിലപ്പോൾ ഓഡ് വൺ ഔട്ട്, പിക്ക് ദ ഓഡ് വൺ ഔട്ട്, ഒറ്റപ്പെട്ടത് ഏതെന്ന് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ചിലപ്പോൾ അതിൽ 3 ഒരു ബാക്ടീരിയൽ ഡിസീസും ഒരെണ്ണം ഒരു വൈറലോ ഫംഗലോ ഡിസീസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും രോഗങ്ങൾ ബാക്ടീരിയൽ ഡിസീസുകളാണ്. ഇനി അടുത്ത കുറച്ച് വൈറൽ ഡിസീസുകളെ പരിചയപ്പെടാം. അതായത് വൈറസ് മൂലമുണ്ടാകുന്ന ഡിസീസിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, എയ്ഡ്സ് അഥവാ അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിന് കാരണം HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് ഡെങ്കിപ്പനി. അതിന് കാരണം ഡെങ്കു വൈറസ് തന്നെയാണ്. ഫ്ലാവി വൈറസ് എന്നൊക്കെ പറയും. അപ്പൊ അത് നമ്മൾ എഴുതുന്നില്ല. ഡെങ്കു വൈറസ് എന്ന് തന്നെയാണ് അതിന്റെ കോസറ്റിംഗ് ഏജന്റ് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ഹെപ്പറ്റൈറ്റിസ് ബി. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ് കാരണം. അടുത്ത മീസൽസ്. അതിന് മീസൽസ് വൈറസ് ആണ് കാരണം. അടുത്തത് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ വൈറസ് ആണ് കാരണം. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് COVID-19. SARS-CoV-2 അഥവാ കൊറോണ വൈറസ് ആണ് അതിന് കാരണം. അടുത്തത് പോളിയോ വൈറസ് ആണ് കാരണം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ റെസ്പെക്റ്റീവ് വൈറസുകൾ തന്നെയാണ്. ഇതിന്റെ കോസറ്റീവ് ഏജന്റ് ഡെങ്കു വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി, മീസൽസിന്റെ വൈറസ്, അതുപോലെ ഇൻഫ്ലുവൻസ വൈറസ്, COVID-19 കൊറോണ വൈറസ്, പോളിയോ വൈറസ്. അപ്പൊ ഇത്രയും വൈറൽ ഡിസീസുകളാണ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി പ്രോട്ടോസോവൻ ഡിസീസുകളിൽ പെടുന്ന ഒരെണ്ണമാണ് മലേറിയ. പ്രോട്ടോസോവൻ ഡിസീസിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മലേറിയ. അത് പ്ലാസ്മോഡിയം ആണ് അതിന് കാരണം. പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, അടുത്തത് അമീബിയാസിസ് ആണ്. ആ അവസ്ഥയ്ക്ക് കാരണം എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന പ്ലാസ്മോഡിയമാണ്. ഓക്കെ, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ക്ലിയർ.
ഇനി അടുത്തത് ഫംഗൽ ഡിസീസുകളിൽ പ്രധാനമായിട്ട് വരുന്നത് റിംഗ് വോം വരുന്നുണ്ട്. അതുപോലെ ഹെൽമറ്റിക് വേം വൈറസിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ മന്ത് അഥവാ എലിഫന്റിയാസിസ് അതും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡിസീസുകളെ പറ്റിയെങ്കിലും ജസ്റ്റ് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഓടിച്ചത് പറഞ്ഞതേ ഉള്ളൂ. അതിൽ തന്നെ ബാക്ടീരിയൽ രോഗങ്ങൾ ഏതാണ്, ഫംഗൽ രോഗങ്ങൾ ഏതാണ്, വൈറൽ രോഗങ്ങൾ ഏതാണ്, പ്രോട്ടോസോവൽ രോഗങ്ങൾ ഏതാണ് എന്നതിനെ പറ്റിയും ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് എന്ന പട്ടണം ഏത് സ്ഥലത്താണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ആൻസർ മേഘാലയ ആണ്. ഓക്കെ, 37ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ മേഘാലയ. ഇനി 38ാമത്തെ ചോദ്യം. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. 2. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു എന്നിങ്ങനെ 2 ഇത് കൊടുത്തിട്ടുണ്ട്. അതില് ശരി ഏത് തെറ്റേത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലും ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 ശരിയാണ്, അതായത് മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, ക്രോമസോം നമ്പർ 11 തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. അടുത്തത് മെലനോമ ക്രോമസോം നമ്പർ 14 ജീനിലെ തകരാറ് മൂലം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് പറയാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോമസോം 11 തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ, അതുപോലെ ബീറ്റ തലാസീമിയ എന്നീ അവസ്ഥകൾ ഉണ്ടാവുന്നത് ക്രോമസോം 11. ഓക്കെ, ഇനി സിസ്റ്റിക് ഫൈബ്രോസിസ് അത് ക്രോമസോം നമ്പർ 7 തകരാറ് മൂലമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഇനി ഫിനൈൽ കീറ്റോൺ യൂറിയ PKU എന്ന് എഴുതാം. ഫിനൈൽ കീറ്റോൺ യൂറിയ അത് ക്രോമസോം നമ്പർ 12 തകരാറ് മൂലമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് ക്രോമസോം നമ്പർ 21 തകരാറ് മൂലം നമുക്ക് സംഭവിക്കുന്നതാണ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, ഇനി എക്സ് ക്രോമസുകളെ തകരാറ് മൂലം, അതൊരു സെക്സ് ക്രോമസോം ആണ്. അപ്പൊ എക്സ് ക്രോമസോമിലെ തകരാറ് മൂലം നമുക്ക് വരാവുന്ന ഒരു അവസ്ഥയാണ് ടർണർ സിൻഡ്രോം. ഓക്കെ, ടർണർ സിൻഡ്രോം. അപ്പോ ഇനി അടുത്തത് ആൽബിനിസം എന്ന് പറയുന്ന അവസ്ഥ ക്രോമസോം നമ്പർ 11 തകരാറ് മൂലം സംഭവിക്കാം, ആൽബിനിസം. ഓക്കെ, അപ്പോൾ ക്രോമസോം നമ്പർ 11 തകരാറ് മൂലം സിക്കിൾ സെൽ അനീമിയ, ബീറ്റ തലാസീമിയ, ആൽബിനിസം പോലുള്ള അവസ്ഥകൾക്ക് കാരണമാകും. സിസ്റ്റിക് ഫൈബ്രോസിസ് ക്രോമസോം നമ്പർ 7, ഫിനൈൽ കീറ്റോണൂറിയ ക്രോമസോം നമ്പർ 12, ഡൗൺ സിൻഡ്രോം ക്രോമസോം നമ്പർ 21, ടർണർ സിൻഡ്രോം എക്സ് ക്രോമസോമിലെ തകരാറ് മൂലം സംഭവിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു എക്സ് ക്രോമസോം എന്ന് പറയുന്ന ഒരു സെക്സ് ക്രോമസോം ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് XX, XY എന്നീ 2 ക്രോമസോം ടൈപ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ലിംഗം നിർണ്ണയിക്കുന്ന സെക്സ് ഡിറ്റർമിനിങ് ക്രോമസോംസ് എന്നാ പറയുന്നത്. അതിൽ XX ആണ് ക്രോമസോം എങ്കിൽ അതൊരു പെൺകുട്ടിയായിരിക്കും, XY ആണ് ക്രോമസോം എങ്കിൽ അതൊരു ആൺകുട്ടിയായിരിക്കും. അപ്പൊ അതിലെ എക്സ് ക്രോമസോമിലെ തകരാറ് മൂലമാണ് ടർണർ സിൻഡ്രോം എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ക്രോമസോം നമ്പർ 11 അത് ശരിയാണ്, സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ബീറ്റ തലാസിമിയയും അതേ ഇതാണ്, ആൽബിനിസവും അതേ ജീനിലെ തകരാറ് മൂലം സംഭവിക്കുന്നതാണ്. അടുത്തത് ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പുട്ടൻ എന്നിവ ഏതിനത്തിൽപ്പെട്ട ജീവികളാണ് എന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഇവരെല്ലാം ചിത്രശലഭമാണ്, ശലഭങ്ങളാണ് ഇവരെല്ലാവരും. ഒന്നും കൂടെ, ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ,
പളനിപ്പുട്ടൻ എന്നിവ. അത് ചിത്രശലഭങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. 40ാമത്തെ ചോദ്യം. മനുഷ്യനിലെ സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അതായത് ചലനവും സഞ്ചാരവും, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, അതിന് പേശി വ്യവസ്ഥയും വേണം, നമ്മുടെ മസ്കുലാർ സിസ്റ്റവും വേണം. അതുപോലെ ചലനം സാധ്യമാകുന്നതിന് നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റം, നമ്മുടെ അസ്ഥി വ്യവസ്ഥയും വേണം. രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് സാധ്യമാവുള്ളൂ, സഞ്ചാരം എന്ന് പറയുന്ന അവസ്ഥ സാധ്യമാകുള്ളൂ. ഇവർ രണ്ടുപേരുടെയും ഒരു കോർഡിനേഷൻ, അതായത് ചില മസിലുകൾ സങ്കോചിക്കുന്നതിന്റെയും വികസിക്കുന്നതിന്റെയും ഫലമായിട്ടാണ് നമുക്ക് ചലനം ഉണ്ടാകുന്നത്. അപ്പൊ മസിൽസ് മാത്രം ഉണ്ടാകുന്നതിന് കാര്യമില്ല. അപ്പൊ മസിൽസിനനുസരിച്ച് അസ്ഥികളുടെയും കൂടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ആണ് സഞ്ചാരം സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് സഞ്ചാരം സാധ്യമാക്കുന്നത്. അപ്പോ ആ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പോഷകങ്ങളും അതിന്റെ സ്രോതസ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അതില് സൂക്രോസ്, കരിമ്പെന്ന് കൊടുത്തിട്ടുണ്ട്. വിറ്റാമിൻസ്, എണ്ണക്കുരുക്കൾ എന്ന് കൊടുത്തിട്ടുണ്ട്. മാംസ്യം, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, കൊഴുപ്പ് എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം സൂക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂക്കോസിന്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോം ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. കരിമ്പില് അത് ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഈ സൂക്രോസിൽ നിന്നാണ് നമ്മൾ പഞ്ചസാരയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോ സൂക്രോസ്, കരിമ്പ്, അത് ശരിയാണ്, ഒന്നാമത് ശരിയാണ്. വൈറ്റമിൻസ്, എണ്ണക്കുരുക്കൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ എണ്ണക്കുരുക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് കൊഴുപ്പാണ്, ഫാറ്റ് ആണ്, വൈറ്റമിനുകളല്ല. അതുകൊണ്ട് 2 തെറ്റാണ്. ഇനി 3 മാംസ്യം. തീർച്ചയായിട്ടും അത് പയറുവർഗ്ഗങ്ങള്, അതുപോലെ മാംസം, ഇറച്ചി, അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നത്. അപ്പം ലെഗുമിനസ് സീഡ്സ്, പയറുവർഗ്ഗങ്ങൾ, അത് ശരിയാണ്. അപ്പോ ഒന്നാമത്തെ ഓപ്ഷനും ശരിയാണ്, മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. ധാന്യങ്ങൾ, കൊഴുപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. കാരണം ധാന്യങ്ങളിലുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, കൊഴുപ്പല്ല. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ, ഇത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. 41 ഓപ്ഷൻ എ, 1, 3 എന്നിവ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസും അതിന്റെ സോഴ്സസും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ജോലി, അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ള ഊർജം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് സിറിയൽസ് അഥവാ ധാന്യങ്ങളിലും, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും, ട്യൂബേഴ്സിലുമാണ്. ധാന്യങ്ങളും, ഗോതമ്പ്, ചോളം, അരി, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായിട്ട് സ്റ്റാർച്ചിന്റെ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. പല രൂപത്തിലും കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്നുണ്ട്. അതിൽ സൂക്രോസ്, സ്റ്റാർച്ച്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിന്റെ പല പല രൂപാന്തരങ്ങളാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് കാർബോഹൈഡ്രേറ്റിന്റെ കാര്യം. രണ്ടാമത്തത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ പ്രത്യേകത, പ്രോട്ടീന് ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റും, നമ്മുടെ മുടി, നഖം, നമ്മുടെ മസിൽസ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് വളരുന്നതിനാണ് നമ്മൾ പ്രോട്ടീൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പ്രോട്ടീന്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ക്യാൻ ഓൾസോ പ്രൊവൈഡ് എനർജി. നമുക്ക് ഊർജ്ജം പ്രദാനം ചെയ്യാനും, കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്തിൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം പ്രദാനം ചെയ്യാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഫുഡ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ന്യൂട്രിയന്റ് ഒക്കെ പറയാവുന്ന ഒരു ന്യൂട്രിയന്റ്, അല്ലെങ്കിൽ ഒരു പോഷകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ എഗ്ഗ്, മിൽക്ക്, ഇതേപോലെ പയറുവർഗ്ഗങ്ങൾ, ലെഗുമിനസ് ആയിട്ടുള്ള ഇത്, സോയാബീൻസ്, പനീർ, നട്ട്സ്, ഇതിലെല്ലാം ധാരാളമായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഒരു ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് ഫാറ്റ്. ഫാറ്റിന്റെ ജോലി, ധർമ്മം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെ പോലെ പ്രധാനപ്പെട്ട ഒരു എനർജി സ്രോതസ്സാണ്.
അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനും ഫാറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ളത് ഫാറ്റിനാണ്, കൊഴുപ്പിനാണ് ഏറ്റവും അധികം എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. മാത്രമല്ല ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ചില വൈറ്റമിൻസ് ഉണ്ട്. ഓക്കെ, വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. നമുക്ക് അടക്ക് എന്ന് പഠിക്കാം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടക്ക്. ഓക്കെ, വിറ്റാമിൻ എ, ഡി, ഇ, കെ ഇത്രയും പേര് ഫാറ്റ് സോല്യൂബിൾ ആണ്. ഓക്കെ, കൊഴുപ്പിന് മാത്രം ലയിക്കുന്ന, എണ്ണയിൽ മാത്രം ലയിക്കുന്ന വൈറ്റമിനുകളാണ് അടക്കെന്ന് പറയുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടണമെങ്കിൽ, ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഫാറ്റിൽ ലയിക്കണം. അപ്പോൾ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫാറ്റ് ആണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള വിറ്റാമിൻസിന്റെ ആഗിരണം നടക്കുന്നതിനും നമുക്ക് തീർച്ചയായിട്ടും ഫാറ്റ് കൂടിയേ തീരുള്ളൂ. അപ്പൊ ഫാറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അധികമാവരുത്. ഫാറ്റ് അധികമായാൽ അത് കൊളസ്ട്രോൾ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് രക്തം പ്രോപ്പറായിട്ട് അതുവഴി ഒഴുകാത്ത അവസ്ഥ, അതിലേക്കൊക്കെ നയിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ രോഗാവസ്ഥകളിലേക്കും ഒക്കെ എത്താനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അത് ഒരുപാട് ആവാതെ ശ്രദ്ധിക്കണം. മാത്രമല്ല ധാരാളമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ധാരാളമായിട്ട് ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പൊ ആ ഊർജ്ജം പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റിനും പ്രോട്ടീനും എല്ലാം തരുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ നമ്മൾ എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന, ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഫാറ്റ് അത് ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്ത് എനർജി ആക്കി റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുന്നതും ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലൊരു വഴിയാണ്. ഓക്കെ, ഇനി നാലാമത്തത് വാട്ടർ ആണ്. വാട്ടർ പറയണ്ടല്ലോ, അതൊരു ന്യൂട്രിയന്റ് ആയിട്ട് അങ്ങനെ പറയാറില്ല. വാട്ടർ, ഫൈബർ ഇവരൊന്നും ന്യൂട്രിയൻസ് ആയിട്ട് പറയാറില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ്. ജീവൽ പ്രവർത്തനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വെള്ളം കൂടിയേ തീരൂ. അടുത്ത മിനറൽസ് ആണ്. മിനറൽസ് കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ ധാരാളം മിനറൽസ് മൈക്രോ അളവിൽ, വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടുണ്ട്. അപ്പൊ കാൽഷ്യത്തിന്റെ സോഴ്സുകൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ മിൽക്ക്, ചീസ്, ലീഫി വെജിറ്റബിൾസ് ഇതെല്ലാം കാൽഷ്യത്തിന് പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. ഇനി ചീര, അതുപോലെ കരള്, ജീവികളുടെ കരള്, ബ്രെഡ് മീറ്റ് തുടങ്ങിയവ ഫാറ്റ്, അയണിന്റെ ഒരു പ്രധാന സോഴ്സ് ആണ്. അയഡൈസ്ഡ് സാൾട്സും സീ ഫുഡും കഴിക്കുന്നത് അയഡിൻ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ പഴങ്ങള്, പൊട്ടറ്റോസ്, ഓറഞ്ച് ഇതെല്ലാം കഴിക്കുന്നത് പൊട്ടാസ്യത്തിന്റെ ഒരു അഭാവം നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് വൈറ്റമിൻസ് ആണ്. ജീവകങ്ങൾ എന്ന് പറയുന്ന വിറ്റാമിനുകൾ, വൈറ്റമിൻസ്. ഓക്കെ, വൈറ്റമിൻസ് പല വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സി, ഡി, ഇ, കെ ഇത്രയും വൈറ്റമിൻസ് ഉണ്ട്. അതിന് രണ്ട് വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ബാക്കി എല്ലാ വൈറ്റമിൻസും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ഓരോ വൈറ്റമിൻസിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മവും നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കാനായിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒന്ന് ഓർത്തിരിക്കേണ്ടത്. അതിൽ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത്, പ്രോട്ടീനിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഈ കാര്യങ്ങളും ഒന്ന് ഓർത്തു വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ,